കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഇരിക്കൂരിൽ 24 വയസ്സുള്ള മർജാന പർവീൻ എന്ന പെൺകുട്ടി സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മർജാന പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അഫ്നാസാണ്. അഫ്നാസ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് അവധിക്ക് പിറ്റേ ദിവസം, അതായത് മെയ് 5-ാം തീയതി സംഭവിച്ചത്. മെയ് 6-ാം തീയതി അഫ്നാസ് വരാൻ നിൽക്കുകയാണ്, നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. അത്തരമൊരു അവസരത്തിലാണ് ഈ കുട്ടി കയറി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ കുടുംബക്കാർ പറയുന്നത് എന്താണ്? ഈ മരണം ഒരു സ്വാഭാവിക മരണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഈ കുട്ടിക്കില്ലാന്നും ഇവരുടെ മരണത്തിന് പിന്നിൽ കടുത്ത മാനസിക സമ്മർദ്ദവും ബ്ലാക്ക് മെയിലിംഗും ഉണ്ട് എന്നാണ് ആ കുട്ടിയുടെ തന്നെ ബന്ധുക്കൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അഫ്നാസ് എന്ന ഈ കുട്ടിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടി കഴിഞ്ഞ ദിവസം ഒന്നും. അങ്ങനെ ഇരിക്കെ ഭർത്താവ് വരാൻ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഈ കുട്ടി കയറി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്: ഈ മരണത്തിൽ കടുത്ത ദുരൂഹതയുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ. എന്താ സാഹചര്യം? അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കുട്ടി കടുത്ത മാനസിക സമ്മർദ്ദം പുറത്തു നിന്ന് നേരിടുന്നുണ്ട്. അവൾക്ക് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട്, നിരവധി വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നുണ്ട്, ഒരുപാട് ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട്. മർജാനയെയും ഭർത്താവായ അഫ്നാസിനെയും സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അത്രേ. അതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇനി ആരാണ് ഈ സന്ദേശങ്ങളൊക്കെ അയക്കുന്നത്? ആരാണ് ഈ ഭീഷണികളൊക്കെ ഈ കുട്ടിയെ ചെയ്യുന്നത്? അവിടെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം വെളിവാകുന്നത്. ഇവരുടെ നാട് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരാണ്. ഈ ഇരിക്കൂരിൽ തന്നെയുള്ള മറ്റൊരു യുവാവ് ഈ കുട്ടി മരിക്കുന്ന ദിവസം മർജാനയെ ഫോണിൽ വിളിച്ചത് 158 തവണയാണ് ഒരു ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ചത്, ഒരു ദിവസം 158 കോളുകൾ. അതായത് മർജാനയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വരുന്നതിന്റെ തലേ ദിവസം, അതായത് മർജാന മരിക്കുന്നതിന്റെ ആ ദിവസം ഈ മർജാനയുടെ നാട്ടുകാരൻ തന്നെയായ ഇരിട്ടി സ്വദേശിയായ മറ്റൊരു യുവാവ് ഫോണിലൂടെ വിളിച്ചിരിക്കുന്നത് 158 തവണയാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഈ യുവാവ്, ഇരിക്കൂർ സ്വദേശിയായ ഈ യുവാവ് മർജാനയുടെ ഫോണിലേക്ക് വിളിച്ചത് 990 തവണയാണ്. ഈ കോളുകളൊക്കെ കേവലം സുഖവിവരങ്ങൾ അന്വേഷിക്കാനാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അയാളെ കയ്യിൽ എന്തോ ഉണ്ട്. മർജാന ഭയക്കുന്ന എന്തോ കാര്യം അയാളെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനെ തുടർന്ന് അയാളെ കയ്യിലുള്ള ആ സാധനം വെച്ചിട്ട് ഈ കുട്ടിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു, നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുന്നു. അതിന്റെ പാരിതോഷികമായിട്ട് അയാൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അത് നൽകാൻ ഒരു പക്ഷേ ഈ കുട്ടിക്ക് പാടുണ്ടാവില്ല. ആ ഇരിക്കൂർ സ്വദേശി എന്തിനാണ് ആ കുട്ടി മരണപ്പെടുന്ന ദിവസം 158 തവണ ആ കുട്ടിയെ വിളിച്ചത്? കഴിഞ്ഞ 1.5 മാസമായിട്ട് 990 തവണ എന്തിനു വിളിച്ചു ഇയാള്? എന്താണ് ഇയാളുടെ കയ്യിലുള്ളത്?